ഗായ്സ്. അപ്പം രാവിലെ ഞായറാഴ്ചയായിട്ട് ഞാനപ്പോൾ രാവിലെ വെച്ചു കുളിയൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിൽ കയറാൻ വിചാരിച്ചിരിക്കുന്നു. അപ്പം ധ്യാനത്തിന് രാവിലെ ട്യൂഷൻ മെസ്സേജ് ഇട്ടിരുന്നു. ഞാൻ കണ്ടത് ലേറ്റായി, 9:30 മണിയായി ഞാൻ കണ്ടപ്പോൾ തന്നെ. അങ്ങനെ പിന്നെ എടുപിടിയുമ്പോൾ പെട്ടെന്ന് അവന് ചപ്പാത്തി രണ്ട് കുബൂസൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തി വേണ്ട കുബൂസ് വന്നപ്പോൾ അത് കൊടുത്തിട്ട് ഇപ്പോൾ ട്യൂഷന് വിട്ട്. ഇനി വേണം എനിക്ക്, ഞാൻ പല്ലൊക്കെ തേച്ച് എനിക്ക് വേണം നമുക്ക് ഉണ്ടാക്കിയിട്ട് രാവിലെ ഒരു സോയാബീൻ കറിയൊക്കെ പെട്ടെന്ന് വെച്ചേക്കും. ഇവന് സോയാബീൻ കറിയൊക്കെ ഞാൻ പെട്ടെന്ന് വെച്ചിട്ട് ചപ്പാത്തിയൊക്കെ അവൻ കഴിച്ചിട്ട് ബാക്കി വെച്ചേക്കണം. അപ്പോൾ ഇനി ബാക്കി നമുക്കുള്ള പരിപാടി ഇനി നോക്കണം. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് പതുക്കെ എണീക്കാം, രാവിലെ കുളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ കുളിച്ച് റെഡി ആയിരുന്നപ്പോഴത്തേക്കും മെസ്സേജ് കണ്ടു. ലേറ്റായിപ്പോയി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ വഴിയെ കാണിക്കാം. അപ്പോൾ ഇനി നമുക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഒരു കുബൂസ് ഇരുന്നു. അപ്പം ഞാനൊരു കുബൂസും ഒരു ചപ്പാത്തി ആക്കിയതിന് ശേഷം ചപ്പാത്തി കൊടുത്തു. അപ്പം ഞാനത് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോറും എല്ലാം ഇരിപ്പുണ്ട്. അതുകൊണ്ടൊന്നും ചോറ് വയ്ക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ കൂടെ എത്തിരാന്ന് പറഞ്ഞു ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും സോയാബീൻ കറിയും നല്ല ടേസ്റ്റോടെ നമുക്ക് പോയിരുന്ന് കഴിക്കാൻ വരും ഗൈസ്. അപ്പോൾ രാവിലെ ഞാൻ ടി വി ന്യൂസൊക്കെ പോയിട്ട് വേറെ ജോലിയൊന്നുമില്ല. പിന്നെ ടി വിയിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കാൻ കൊണ്ട് ടി വി ഇട്ട് നോക്കുമ്പോഴത്തേക്കുന്നത് ഓണം ബമ്പർ അടിച്ചത് കൊച്ചിയിലുള്ള ഒരാൾക്കാണെന്ന് കൊണ്ട് വാർത്തയെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ ബമ്പറൊക്കെ എടുക്കും, ഓണം വിഷു ഒക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ഇത്തവണ ഓണം ബമ്പറൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ടി വി ഇട്ടപ്പോഴത്തേക്ക് ഇതാ ഓണം ബമ്പർ വേറെ അടിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കലമാരി ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി വലിയ കിളവാണ്ട് അതിൻ്റെ കൈ വെച്ച് കാണിച്ചു തരാം. അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ എങ്ങനെയാണ് കുത്തി പീസായിട്ട് എടുക്കാം. കാണിക്കും റൗണ്ട് എടുക്കാം. ഞാൻ പിന്നെ അതിനകത്തുനിന്ന് സാധനത്തിന് വെട്ടിയെടുത്തത് കൊണ്ട് റൗണ്ട് പറ്റില്ല നീളത്തിന്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ, കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ് കേട്ട് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വയ്ക്കുന്നത് കുറച്ച് ബ്രെഡ് ക്രംസിനകത്ത് മുക്കിയിട്ട് പൊരിക്കാം. അപ്പം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഇത് കുറച്ച് നേരം വെച്ചേക്കാം കേട്ടോ, നാരപ്പൊക്കെ പിടിക്കും. അപ്പോൾ ഗായ്സ് നമ്മൾ ചോറ് കഴിക്കാൻ പോവാണ്. മണി 12, എത്ര മണിയാ? 12:45 ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ചോറിനാൻ പോകുന്നു. ചോറ്, ഒരു ഫിഷ് ഫ്രൈ ഉണ്ട്, വിഴുക്കുണ്ട്, നമ്മുടെ രാവിലെ സോയാബീൻ കറിയുണ്ട്, പുളിശ്ശേരി ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാനതെല്ലാം ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അതുകൊണ്ട് ചെയ്തിട്ട് എവിടെയും ഒന്ന് പോയി നടുചായ്ക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെറുക്ക അല്ലെങ്കിൽ കൂടെ പിറകെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ബ്രെഡ് ക്രംസിലാക്കിയാണ് ഞാൻ വെച്ചത് കേട്ടോ. അപ്പോൾ ബ്രെഡ് ക്രംസിലാക്കണ്ടായിരുന്നു എനിക്ക് തോന്നി. ചെറിയൊരു മധുരം കൂടെ വന്നപ്പോൾ കൊള്ളത്തില്ല കേട്ടോ. അത് കൊള്ളത്തില്ലെന്നല്ല, സാധനം വിചാരിച്ച ടേസ്റ്റ് നമുക്ക് അവൾ കഴിച്ചിട്ടുള്ള ടേസ്റ്റ് വരത്തില്ല. ചെറിയൊരു മധുരത്തോടി നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ഇരിക്കും കേട്ടോ. സാധനം വേറെ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നമ്മൾ കഴിച്ചിട്ടുള്ള നല്ല മധുരമൊന്നും ഇല്ലാത്ത ടൈപ്പല്ല. ഇത് ബ്രെഡ് മധുരം ഉള്ളതുകൊണ്ടേ അങ്ങനെ തോന്നി. പിന്നെ അതേ കഴിഞ്ഞ് ഞാൻ എന്താ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആരും എന്നെ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ട് വന്ന് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഉറങ്ങിക്കിടന്ന സമയം കൊണ്ട് നമ്മൾ ലെൻസ് കാർട്ടിൽ നമ്മുടെ കണ്ണാടി വന്നു കേട്ടോ. അപ്പോൾ ഡെലിവറി ചെയ്തു അവരോടന്ന്. അപ്പോൾ എനിക്കുള്ളതാണ് ആദ്യം അൺബോക്സ് ചെയ്യുന്നത് ഗായ്സ്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തേക്കുന്ന കണ്ണാടി. ഒരു പച്ച സംഭവം കാണുന്നുണ്ടല്ലോ, പ്രൊട്ടക്ഷൻ, നമ്മുടെ ഐ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കണ്ണാടി സിസ്റ്റമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഒന്നുകൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് വാങ്ങിക്കണമല്ലോ. അപ്പം അത് ചേട്ടൻ വാങ്ങിച്ച സൺഗ്ലാസ് ആണ് കേട്ടോ. അപ്പം വണ്ടി ഉപയോഗിക്കുന്ന സമയത്തുള്ള സൺഗ്ലാസ്. ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ കണ്ണാടി വന്നിരിക്കുകയാണ്. ലെൻസ് കാർട്ട് ഈ ഒരു ഈവനിങ് വ്ലോഗ് എൻ്റെ ബാക്കിൽ കയറി വയ്ക്കാൻ. നിന്നെ കടിച്ചതുകൊണ്ട് പോകുന്നില്ല എല്ലാം കൂടെ. ഓഹോ എന്താടാ ഓഹോ എന്റെ മടി ചടിക്കായിരുന്നു. ദിയോ കാൽത്തല ചവിട്ടി. ഞാൻ ഇവിടെ ഗ്ലാസ് ചായ കൊണ്ട് നിൽക്കുന്നു. അതാണ് ഓടി എൻ്റെ അടുത്ത് വന്നത്. ചായ വളരെ കുറവാണ് ഗൈസ്. എനിക്ക് പാല് കുറവായിരുന്നു. എൻ്റെ പാല് തീർന്നപ്പോൾ അല്ലെങ്കിൽ ഈ കപ്പിൽ ഇത്രയല്ലായിരുന്നു. എനിക്ക് വളരെയധികം തിന്നൊന്നുമില്ല. ബിസ്ക്കറ്റ് വേണോ? ബിസ്ക്കറ്റ് വേണോ? എത്രേ ഇങ്ങോട്ടോക്ക്
ഇങ്ങോട്ട് നോക്കട്ടെ ആ കമ്പ് ഇങ്ങോട്ട് 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 ഇവിടെ വരെ എടാ ഇവിടെ വാ എടുക്കും കമ്പ് കമ്പ് എടുക്കും എടുക്കും അത് ആ കമ്പെടു അത് തരുമ്പോ എറുമ്പ് അടിച്ചാണ് നെഞ്ചത്തെ പൂട എങ്ങനെ എണീറ്റ് ഞാൻ കടിച്ചു കുടിക്കില്ല ഇതൊരു കടിച്ചത് ആവോ ബാ നല്ല കഴിവ് വേഗം കഴിവ് ഇരിക്കണം അതുകൊണ്ട് തന്നാലേ ഞാൻ പോകും എനിക്ക് കഷ്ടമാണ് സമ്മതിക്കില്ല പകുതി കൊടുക്കും ചായ ചൂട് ചാരത് നിനക്ക് പോകാൻ കേട്ടോ ആവോ ആ മതി മതി ബാ ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് കമ്മിറ്റിയാണ് കേട്ടോ ഉത്സവത്തിൻ്റെ അപ്പോൾ അങ്ങോട്ടത്തേക്ക് ഞാനൊന്ന് ഇറങ്ങിയതാണ് അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചിറയിൽ ശ്രീ ഭൂവത്താൻ ക്ഷേത്രം. നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ്, അമ്മയുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് വനിതാ കമ്മിറ്റിയൊക്കെ രൂപം കൊണ്ടേക്കുന്നത്. മാതൃസമിതി എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. കാരണം ദേവിക്ക് വേണ്ടിയിട്ട്, ശിവന് വേണ്ടിയിട്ടുള്ള കുറച്ച് ആഹാര ഐറ്റംസ്, ഫുഡ് കാര്യങ്ങളൊക്കെ ദേവിക്ക് വേണ്ടിയിട്ട്, ശിവന് മാത്രമല്ല ദേവിക്ക്. അപ്പം അത് കഴിഞ്ഞ മാസം തുടങ്ങിയിട്ടുണ്ട്. അത് ഇത്തവണ രണ്ടാമത്തെ തവണയാണത്. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ നമ്മുടെ അമ്പലത്തിൽ. എന്നും തുറക്കാത്ത അമ്പലമായതുകൊണ്ട് വളരെ ആൾ കുറവായിരിക്കും. പക്ഷേ ഇത് വന്ന ശേഷം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൽ ചെറിയ വട, മോദകം, നമ്മുടെ പായസം, അങ്ങനെ കുറച്ച് ഐറ്റംസ് വെച്ച് കൊടുക്കാനായിട്ട് ഉണ്ടാക്കും. അത് രണ്ടാമത്തെ തവണയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് തുണി കൂടെ മടക്കാറുണ്ട് ഗായ്സ്. ആ തുണി കൂടെ മടക്കി കഴിഞ്ഞാൽ അത് ജോലി തന്നത്. പിന്നെ നാളത്തേക്കുള്ള മീൻകറി വെക്കണം. അതൊക്കെ കഴിയുമ്പോൾ ഇന്നത്തെ പരിപാടി കഴിയും. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ കമ്മിറ്റിയൊക്കെ കഴിഞ്ഞ് ലേറ്റായി പോയി വന്നപ്പം അമ്പലത്തിലെ പ്രസാദമൊക്കെ കഴിച്ച ശേഷം നമുക്ക് വയലിൻ ക്ലാസ് ഇല്ലായിരുന്നു. ഇവിടെ കിടന്ന് ഓരോ കോഷ്ടികൾ കാണിക്കണം. കുളിച്ചടന്ന് അയ്യേ. അപ്പം ഞങ്ങൾ പോയിട്ടൊക്കെ വന്നു. ഇനിയിപ്പോൾ വയലിൻ ക്ലാസ് ഇല്ല. വയലിൻ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളൊന്ന് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ, ഗുഡ് നൈറ്റ്.